ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ ബി ഗിവൺ ആസ് 14 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ മാക്സിമം ഏരിയ കിട്ടണമെങ്കിൽ എന്താണ്, മാക്സിമം ഏരിയ കൺസ്യൂം ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കണം, മാക്സിമം ഏരിയ ആണെങ്കിൽ അത് എന്തായിരിക്കണം, അത് സ്ക്വയർ ആയിരിക്കണം അല്ലേ, സ്ക്വയർ ആയിരിക്കണം. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ തന്നെയല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താ, തന്നിട്ടുള്ളത് പെരിമീറ്റർ ആണല്ലേ. പി ഈക്വൽ ടു എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 40 എന്ന് പറഞ്ഞിട്ടുണ്ട്, 40 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, 2 ഇൻറ്റു അല്ലേ, 2 ഇൻറ്റു ലെങ്ത്ത് ബ്രെഡ്ത്ത് അല്ലേ, അല്ലെങ്കിൽ ഒരു A+B, 2 ഇൻറ്റു A+B ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് വിച്ച് ഇംപ്ലൈസ് A+B എന്തായിരിക്കും, ആ 2 ഡിവൈഡഡ് ബൈ എന്ത് വരും, 40 ഡിവൈഡഡ് ബൈ ഈ 2 ഇങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ A+B എന്ന് പറയുന്നത് എന്താ, അത് 20 ആണ്. A+B 20 ആണ്. ഇനി ഇത് സ്ക്വയർ ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, മാക്സിമം ഏരിയ സ്ക്വയർ ആകുമ്പോഴാണ് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ 20 കിട്ടണമെങ്കിൽ എന്താവണം, 10 ആണ് ഒരു ഓപ്ഷൻ ഉള്ളത് മാക്സിമം ഏരിയയ്ക്ക് ആണെങ്കിൽ 10. അങ്ങനെയാണെങ്കിൽ അത് എന്ത് വരും, അങ്ങനെയാണെങ്കിൽ എന്താ വരിക, ലെങ്ത്തും ബ്രെഡ്ത്തും 10 ആണ്, സ്ക്വയർ ആണ്. അപ്പോൾ 10 ഇൻറ്റു 10 വരും അല്ലേ, 10 ഇൻറ്റു 10 വരും. അത് എത്രയാണ് വരുന്നത്, 10 ഇൻറ്റു 10 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, 100 ആണ്. അപ്പോൾ ഏതാണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൽ 0 to 2 മോഡിനകത്ത് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂവിനകത്ത് അത് കൊടുത്തിട്ടുള്ളത് x² - x dx. അപ്പോൾ ഇതിനെ വെറുതെ x² ഡെറിവേറ്റീവ് കണ്ട്, അതായത് x²ൻ്റെയും x - x ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെയാകുമ്പോൾ നമ്മളെങ്ങനെ ചെയ്യും, x³ - 3 - x²/2 എന്നിട്ട് അതിനെന്ത് ചെയ്യും, ഇൻറ്റഗ്രേറ്റ് ചെയ്യും 0 to 2. അങ്ങനെയല്ല, അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫംഗ്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ഇതെന്താണ്, ആബ്സല്യൂട്ട് സൈനാണ് ഇവിടെ അല്ലേ. ഇതെന്താണ്, ആബ്സല്യൂട്ട് സൈനാണ് ഇവിടെ. ആബ്സല്യൂട്ട് സൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ് ദ ചേഞ്ചിങ് ഫംഗ്ഷൻ, ഹൈഡ് ദി ചേഞ്ചിങ് ഫംഗ്ഷൻ. ചേഞ്ച് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അബ്സല്യൂട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇതെങ്ങനെ വരും എന്നറിയോ, നമ്മൾ ഗ്രാഫ് കാണിക്കുകയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ 0, 1, ഇവിടെ 2, ഇതിങ്ങനെ വന്നിട്ട് ഒരു സ്ഥലത്ത് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, അതായത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. 0 to 1 വരെ ഒരു ഫംഗ്ഷനും 1 to 2 മറ്റൊരു ഫംഗ്ഷനാണ്. അത് ഇതിനകത്ത് ഹൈഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മനസ്സിലാവുക, അതിനെ ഈസി ആയിട്ട് ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ആവുന്നത്. അത് സ്പ്ലിറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ രണ്ടായിട്ടാണ് കിട്ടുക. ഓക്കെ, രണ്ടായിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ തന്നെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഓക്കെ, എന്ത് വരും, ഇൻറ്റഗ്രൽ 0 to 1 x - x², എന്താണ്, x - x² dx ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ, പ്ലസ് 1 to 2 x² - x, തിരിച്ച് x² - x dx. ഓക്കെ, നമുക്ക് വൃത്തിക്ക് കറക്റ്റ് ഒന്ന് എഴുതി ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും, സ്പ്ലിറ്റ് ചെയ്തത് രണ്ടെണ്ണം ആഡ് ചെയ്യുക. അതായത് ഇവിടെ എന്താ, x² - x ആണ്, അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എന്ത് വരും, x - x², അതൊരാൾ. അടുത്തത് x² - x, രണ്ടാമത്തെ ആൾ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റഗ്രൽ 0 to 1, ഇതിൻ്റെ ഇൻറ്റഗ്രൽ 1 to 2. ഇത് dx ആട്ടോ, dx. ഇത് സോൾവ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ആൻസർ എങ്ങനെ വരും നോക്കാം. എന്താണ്, ഇൻറ്റഗ്രൽ 0 to 1 x - x² ഒന്ന് ചെയ്ത് നോക്കാം. x² - x² dx ആണ്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക, വിച്ച് ഇംപ്ലൈസ് എക്സ് എന്നുള്ളത് ഇൻറ്റഗ്രൽ ഓഫ് x²/2 എന്ന് വരും, മൈനസ് x³ 3 എന്ന് വരും. x³
3 എന്ന് വരും. എന്താണ് ശരിയാവുന്നില്ല. ഓക്കെ, x³/3 എന്ന് വരും. അതിന് നമുക്ക് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ഇവിടെ 1/2 മൈനസ് അല്ലേ, ഈ 1 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 1² 1/2 മൈനസ് 1/3 അല്ലേ, എന്ത് വരും? 1/3 1/2 മൈനസ് 1/3 എന്ന് വരും. ഓക്കെ, ഇനിയിപ്പോൾ 0ൻ്റെ ഒരു ടേം ഇവിടെ 0 ഇട്ട് കൊടുത്താൽ അതെന്താ മൊത്തം 0 ആയിട്ടാണ് പോകും. അപ്പോൾ ആ ഒരു ഭാഗം ചെയ്യുന്നില്ല, അൺട്രസ്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുന്നു. ഇത് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? എത്ര കിട്ടും പറയോ? എത്ര വരും? 3 - 2 / 6 that is 1/6 എന്ത് വരും? അത് 1/6 വരും. അതോടെ ആൻസർ നിന്നോ തീർന്നോ? ഇല്ല. ഓക്കെ, വീണ്ടും നമുക്ക് ചെയ്യാനുണ്ട്. അടുത്ത ഭാഗം ചെയ്യാം. ഇൻ്റഗ്രൽ 1 to 2 x² - x dx. അതെന്ത് വരും? സിംപ്ലൈസ് x³/3 മൈനസ് x² അല്ല, എങ്ങനെയല്ലേ വരിക? ഇൻ്റഗ്രൽ 1 to 2 ഇൻ്റഗ്രൽ 1 to 2. ഓക്കെ, ഇൻ്റഗ്രൽ 1 to 2 2 ആണ്. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2³ ആണ് വരിക. എന്താണ് വരിക? 2³. അതെന്താ? 8/3 ഇത് വരും അല്ലേ. ഇവിടെ 2 ആണ്, ഈ 2³ വരുമ്പോൾ 8 വരും. 8/3 മൈനസ് ഇവിടെ എന്ത് വരും? 2² 4/2 അല്ലേ, 4/2 മൈനസ് ഇനി ലോവർ ലിമിറ്റ് 1/3 അല്ലേ, 1/3 അല്ലേ 1 കൊടുക്കുമ്പോൾ വരിക. 1 കൊടുക്കുന്ന സമയത്ത് 1/3 ആണ് വരിക. ഓക്കെ, 1/3 മൈനസ് 1/2. ഓക്കെ, റെഡി. ഇനി ഇതിനെ സോൾവ് ചെയ്യും. ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് 8 2 16 കുറയ്ക്കണം. 4/3 × 2 6 അല്ലേ. ഈ ഭാഗം ആദ്യം സോൾവ് ചെയ്യാം കേട്ടോ. 16/4 എന്ന് പറയുമ്പോൾ ഇവിടെ 6 ആണ്. 3 2 6 12/6 അല്ലേ. 12/6 അത് എത്രയാണ്? = 2 ആണ് വരിക. 2 ഇനി ഇവിടെ എന്ത് വരും? ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ 2 - 3/6 എത്ര വരും? -1/6 -1/6. അപ്പോൾ 2 - -1/6 ഇതിൻ്റെ കൂടെ എന്തും കൂടി കൂട്ടണം? 1/6 കൂടി കൂട്ടണം. ഏത് 1/6? 1/6 ആദ്യം ചെയ്തോടത്തുള്ളൊരു 1/6 ഇല്ലേ, അതും കൂടി ആഡ് ചെയ്യണം. ഇത് മൊത്തം ആഡ് ചെയ്യും. 1/6ഉം 1/6 എത്രയായി? 2/6 + 2 എത്ര വരും? എത്ര വരും? 2 12 + 14/6 14/6 ചെറുതാക്കി കഴിഞ്ഞാൽ 14നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആൻസർ ഇപ്പുറത്ത് എഴുതുന്നുണ്ട്. ഇവിടെ എഴുതാം. 7/3 എന്ന് കിട്ടും. 7/3 എന്ന് കിട്ടും. ഓക്കെ, റെഡി. ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. 7/3 മാക്സിമം. 7/3 ഓപ്ഷനിലുണ്ടോ നോക്ക്. ഓക്കെ, 7/3 ആണ് ആൻസർ. ഓക്കെ, തെറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണം. സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് എ ലീപ്പ് ഇയർ വിൽ ബി ഹാവ് 53 സൺഡേയ്സ് ആൻഡ് 53 മൺഡേ. അതായത് ഒരു ലീപ്പ് ഇയറിൽ 53 സൺഡേയും 53 മൺഡേയും രണ്ടും വേണം. രണ്ടും ഒരു ലീപ്പ് ഇയറിൽ ഉണ്ടാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ലീപ്പ് ഇയർ? 366 ദിവസമാണ് ലീപ്പ് ഇയറിൽ ഉണ്ടാവുക അല്ലേ. എന്തോ പറ്റിൻ്റെ പെണ്ണിന്
366 ദിവസമാണ് ഒരു ലീപ്പ് ഇയറിനകത്ത് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കും. 366. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൺഡേ മൺഡേ ട്യൂസ്ഡേ വീക്കിലല്ലേ വരുന്നത്, അപ്പോൾ 7 ദിവസമാണ്. നമ്മൾ നേരെ ഒന്ന് ചെയ്യാം, 366 ഡിവൈഡഡ് ബൈ 7 ചെയ്യാം. 7 5 35 വരുന്നത്, ബാക്കി 1 വരും, 16 വരും. 7 2 14 ബാക്കി 0 2. ഇതിനർത്ഥം എന്താ, 52 ഡിവൈഡ് ചെയ്ത് പോയത്. ബാക്കി റിമൈൻഡർ എത്ര വന്നിട്ടുണ്ട്, എത്ര വീക്ക് ഉണ്ട് മൊത്തം? 52 വീക്ക് ഉണ്ട്. റിമൈൻഡർ വന്നിട്ട് എത്രയാണ്? 2 ആണ്. റിമൈൻഡർ എത്രയാണ് വന്നത്? 2 ആണ്. ഈ 2 ആയിരിക്കും, അതായത് 2 ദിവസങ്ങളായിരിക്കും ആ ഓപ്ഷനിൽ വരുന്നത്. അതായത് എക്സ്ട്രാ വരാൻ സാധ്യതയുള്ള 2 ദിവസങ്ങൾ. എക്സ്ട്രാ വരാൻ സാധ്യതയുള്ളത് റിമൈൻഡർ 2 ആണ്. ആ റിമൈൻഡർ 2-ൽ 7 ദിവസങ്ങളും വരാം. അതായത് തിങ്കൾ വരാം, ചൊവ്വ വരാം, ബുധൻ വരാം, വ്യാഴം വരാം, വെള്ളി ശനി ഞായർ വരെയുള്ള 7 ദിവസങ്ങളും വരാം എന്നുള്ളതാണ്. അപ്പോൾ റിമൈൻഡർ എത്രയായിട്ട്? 2 ആണ്. ഇനി ഈ റിമൈൻഡർ വെച്ചിട്ട് നോക്കാം ഏതൊക്കെയാണ് സാധ്യതകളുള്ളത്. ഓക്കെ, രണ്ടുമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, രണ്ടും നോക്കണം. അതായത് സൺഡേയും മൺഡേയും വരണം. അപ്പോൾ സൺഡേയും മൺഡേയും വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെ എന്ന് നോക്കാം. ആ റിമൈൻഡർ 2 ആയതുകൊണ്ട് നമുക്കൊന്ന് സൺഡേ വരാം, മൺഡേ വരാം, അല്ലെങ്കിൽ എന്ത് വരാം, മൺഡേ വരാം, ട്യൂസ്ഡേ വരാം, അല്ലെങ്കിൽ ട്യൂസ്ഡേ വരാം, വെനസ്ഡേ വരാം, വെനസ്ഡേ വരാം, തേസ്ഡേ വരാം. ബാക്കിയുള്ളത് ഇവിടെ എഴുതാം. തേസ്ഡേ വരാം, ഫ്രൈഡേ വരാം, ഫ്രൈഡേ വരാം, സാറ്റർഡേ വരാം, സാറ്റർഡേ വരാം. എന്താണ് ശരിയാവുന്നില്ല? ഓക്കെ, സാറ്റർഡേ വരാം, സാറ്റർഡേ വരാം, സൺഡേ വരാം. മനസ്സിലായോ? മൊത്തം എത്ര ഓപ്ഷൻസ് ഉണ്ട്? 1 2 3 4 5 6 7 7 ഓപ്ഷൻസാണുള്ളത്. ഓക്കെ, 7 ഓപ്ഷൻസാണുള്ളത്. സൺഡേ മൺഡേ അല്ല, സൺഡേ മൺഡേ, മൺഡേ ട്യൂസ്ഡേ, ട്യൂസ്ഡേ വെനസ്ഡേ, വെനസ്ഡേ തേഴ്സ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ, ഫ്രൈഡേ സാറ്റർഡേ, സാറ്റർഡേ സൺഡേ. ഇതിൽ എത്ര സൺഡേ മൺഡേ ഉണ്ട്? പ്രോബബിലിറ്റിയിൽ നമ്മളോട് ചോദിച്ചത് എത്ര സൺഡേ മൺഡേ വരാമെന്നാണ് ചോദിച്ചത്. എത്ര സൺഡേ മൺഡേ വരാം? ഓക്കെ, സൺഡേയും മൺഡേ ആയിട്ട് വരുന്നത് ആകെ ഒറ്റൊന്നേ ഉള്ളൂ. എത്രയേ ഉള്ളൂ? ഒറ്റൊന്നേ ഉള്ളൂ. എത്ര എണ്ണത്തിൽ? 7 എണ്ണത്തിൽ. അതായത് 7 ഓപ്ഷൻ ഉണ്ട്. 7 രീതിയിൽ ആ റിമൈനിങ് 2 ഡേയ്സ് വരാം. അതിലാകെ നമ്മളോട് ചോദിച്ചിട്ടുള്ള സൺഡേയും മൺഡേയും വരാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 1/7 ആണ്. എന്താണ്? 1/7 ആണ്. 1/7 ആണ് ഓപ്ഷൻ. ഓപ്ഷനിലേക്ക് നോക്ക്, 1/7. ഓപ്ഷൻ സി ആണ്. ഓക്കെ, റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഔട്ട് ഓഫ് 21 സ്റ്റുഡൻസ് അപ്പിയർഡ് എ ടെസ്റ്റ്, ഓൺലി 11 ഹാവ് പാസ്ഡ്. 21 പേര് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റിൽ 11 പേര് എന്ത് ചെയ്തു? ജയിച്ചു. ആൻഡ് ദെയർ മാർക്സ് ആർ ഫൗണ്ട് ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ്റ് ഓഫ് മാർക്സ് തന്നിട്ടുണ്ട്. 50 49 47 46 44 47 52 48 51 55 54 റെപ്രസെൻറ്റേറ്റീവ് 11 ആളുകളുടെ മാർക്കാണ് തന്നിട്ട്. ദെൻ മീഡിയൻ മാർക്ക് ഓഫ് 21 സ്റ്റുഡൻസ്. 21 സ്റ്റുഡൻസിൻ്റെ മീഡിയൻ മാർക്കാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഡാറ്റ തന്നിട്ടുണ്ട്. ഈ ഡാറ്റ എന്ന് പറയുന്നത് 11 സ്റ്റുഡൻസിൻ്റെയാണ്. ടോട്ടൽ 21 സ്റ്റുഡൻസാണ് എക്സാം എഴുതിയത്. അതിൽ 11 ആൾക്കാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പറൊക്കെ തരുമ്പോൾ ഈ നമ്പറിന് രണ്ടിനും പ്രത്യേകത ഉണ്ട്. കാരണം എന്താ അറിയോ, ഈ നമ്മളോട് ചോദിച്ചത് മീഡിയൻ ഓഫ് 21 സ്റ്റുഡൻറ്റാണ്. മീഡിയൻ ഓഫ് 21 സ്റ്റുഡൻറ്റ്. അപ്പോൾ എന്താ മീഡിയൻ ഓഫ് 21 സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 11th ഒബ്സർവേഷൻ ആയിരിക്കും. എന്താ പറയുന്നത്? ദ മീഡിയൻ ഓഫ് ദ മീഡിയൻ ഓഫ് എന്താണ് 21, അതായത് ടോട്ടൽ ഒബ്സർവേഷൻ 21 ടോട്ടൽ ഒബ്സർവേഷൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? 11th ഒബ്സർവേഷനാണ്. എന്താണ്? 11th ഒബ്സർവേഷനാണ് മീഡിയൻ ഓഫ് 21. അതായത് ടോട്ടൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 11th ഒബ്സർവേഷനാണ്. അപ്പോൾ ഇതിൽ ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തന്നിട്ടുള്ള ഡാറ്റകൾ ഒന്ന് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ ഒന്ന് എഴുതാം. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അതായത് അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 11 പേര് പാസ്സായ മാർക്കാണ്. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയതായിരിക്കാം. ഏറ്റവും കുറവ് മാർക്ക് ഏതാ? 46 44 വരുന്നത്. ഏറ്റവും കുറവ് മാർക്ക് 44 ആണ്. 44 നമുക്ക് എന്ത് എഴുതാം? ഇവിടെ എഴുതാം
44 എന്ന് വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം വരുന്നത് എന്താ? 45 ഉണ്ടോ? ഇല്ല, 45 ഇല്ല, 46 ആണ്. 46. അതിനുശേഷം വരുന്നത് 47 ആണ് വരുന്നത്. 47 ആണ്. 2 47 ഉണ്ട്. ഓക്കെ, 2 47 എഴുതാം. 2 47 ഉണ്ട്. 47 കഴിഞ്ഞാൽ 48 ഉണ്ടോ? 48 ഉണ്ട്. അതായത് മുകളിൽ നോക്കി താഴത്തേക്ക് എടുത്ത് എഴുതുന്നുള്ളൂ. 49 ഉണ്ട്. 50 ഉണ്ട്. ഓക്കെ, 51 ഉണ്ട്. 52 ഉണ്ട്. 53 ഇല്ല. 54 ഉണ്ട്. ദെൻ 55 ഉണ്ട്. 55 ഉണ്ട്. ഓക്കെ, ഇത്രയും നമ്പർ. ഇനിയൊരു കാര്യം മനസ്സിലാക്കണം. 11 പേര് ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ 11 പേരിൽ ഏറ്റവും കുറവ് മാർക്കുള്ള ആൾ ഇയാളാണ്. അതായത് ഇയാളേക്കാൾ മാർക്ക് കുറഞ്ഞുള്ള ആൾക്കാരൊക്കെ തോറ്റു. ശരിയാണ് പറഞ്ഞത്. ഇയാളേക്കാൾ മാർക്ക് കുറവുള്ളത് ആരാ? 44 മാർക്കിനേക്കാൾ കുറവുള്ള, എന്താണ്, 44 മാർക്കിനേക്കാൾ കുറവുള്ള ബാക്കി എല്ലാവരും തോറ്റവരാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ മാർക്ക് എവിടെ വരും? ഇങ്ങോട്ടാണ് വരിക അല്ലേ? എന്തായാലും ഇതിനപ്പുറത്തേക്ക് പോവാം? ഇല്ല, അതിനപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ അവരെന്തായാലും പാസ്സാവേണ്ടതാണ്. അത്രയും പേര് തോറ്റു എന്ന് പറഞ്ഞാൽ തോറ്റത് എത്ര? ഇതെത്ര? 11 ആൾക്കാരെ മാർക്കാണ് അല്ലേ? ഇത് 11 പേരുടെ മാർക്കാണ്. തോറ്റത് എത്ര പേരാ? ബാക്കി 10 പേരാണോ? 10 പേരാണ്. 10 പേര് ഫെയിൽഡായി. ഓക്കെ, 10 പേര് എന്ത് ചെയ്തിട്ടുണ്ട്? ഫെയിലായിട്ടുണ്ട്. ഓക്കെ, 10 പേര് ഫെയിലായിട്ടുണ്ട്. 10 പേര് ഫെയിലായിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഈ ഒരു ഡാറ്റയിൽ ഇവിടെ 10 പേരുണ്ട്. ബാക്കി 11 പേരുടെ ഡാറ്റയാണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ആണോ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? മീഡിയൻ ഓഫ് 21 സ്റ്റുഡൻസ്. ഇത് മൊത്തം 21 സ്റ്റുഡൻസ് ആയില്ലേ? ആ മീഡിയയുടെ മീഡിയൻ എന്ന് പറയുന്നത് 11th ഒബ്സർവേഷൻ. ആ 11th ഒബ്സർവേഷൻ എന്തായി? ഇപ്പോൾ എന്തായി? 11th ഒബ്സർവേഷൻ എന്താ? 44 ആയി. എന്താണ് 11th ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? എന്താണ്? 44 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, there are two variables x and y. X takes the values 1 to 10 and y takes the values 101 to 110. Which of the following is true? അപ്പോൾ ഇവിടെ ഏതാ ട്രൂ എന്ന് വരുന്നത്? ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, രണ്ടിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താവും? ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ ആൻസർ വരുന്നത്. രണ്ടിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The mean deviation is least when deviation are taken from. Mean deviation is least when deviation are taken from the median. Okay. അടുത്ത question. For what values of theta the vectors I plus 2j plus 3k minus I plus 5j minus 0k, sorry 0 അല്ല, തീറ്റ കെ കോമ I മൈനസ് 2k IJK അല്ലേ, ആർ കോപ്ലനാർ വെക്റ്റേഴ്സ് ആണ് ചോദിച്ചത്. അതായത് തീറ്റയ്ക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള വെക്റ്റേഴ്സ് ഒരു കോപ്ലനാർ വെക്റ്റർ ആവുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ തീറ്റയ്ക്ക് ഏത് വാല്യൂ എന്ന് കിട്ടണമെങ്കിൽ, അതായത് ഈ കോപ്ലനാർ ആവണമെങ്കിൽ വെൻ ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ദെയർ കോമ്പണൻസ് വിൽ ബി 0. എപ്പോഴാണ് കോപ്ലനാർ ഇതാവുന്നത്, സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോഴാണ്? വെൻ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആവുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഈ വെക്റ്റേഴ്സിൻ്റെ കോമ്പണൻസിന് എടുത്ത് താഴത്തേക്ക് എഴുതുക, ഈക്വൽ ടു 0 എന്ന് എഴുതുക. അപ്പോൾ തീറ്റ വരുന്നൊരു സാധനം ഇതിനകത്ത് വിടും. അതായത് ഡിറ്റർമിനൻ്റ്, അവരുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തെടുക്കുന്നു, തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഈസി. ഓക്കെ, കോമ്പണൻസ് എടുത്ത് എഴുതാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഈ വെക്ടറാണ് I പ്ലസ് 2j പ്ലസ് 3k ആണ്. അപ്പോൾ എന്ത് വരും? അതിൻ്റെ കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, കോഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് 1 ആണ്. 2 then 3. ഓക്കെ, റെഡി. അടുത്തത് ഇയാളാണ്, മൈനസ് I ആണ്. അപ്പോൾ എന്ത് വരും? -1 വരും അല്ലേ? എന്ത് വരും? -1 വരും. 5j ആണ് പറഞ്ഞിട്ടുള്ളത്, 5 വരും. എന്ത് വരും? -0 അല്ല, തീറ്റ കെ എന്ന് പറയുമ്പോൾ എന്ത് വരും? തീറ്റ
എന്ത് തീറ്റ, വെറും തീറ്റയല്ല, മൈനസ് തീറ്റ. ഓക്കെ, മൈനസ് തീറ്റ എന്ന് വന്നു. അതിനുശേഷം അടുത്ത വെക്ടർ ഇതാണ്. ഇവിടെ എന്താ ഐ തന്നിട്ടുണ്ട്, അപ്പോൾ 1 വരിക. അടുത്തത് എന്താ -2k. -2k എന്ന് പറഞ്ഞാൽ ജെ ടേം ഇല്ല, ജെ വെക്ടർ ഇല്ല, അപ്പോൾ ഇവിടെ 0 ആണ്, പിന്നെ -2 ആണ്. ഓക്കെ. ഇനി ഇതെന്താണ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ് ഈക്വൽ ടു 0 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഒന്ന് നമുക്ക് എഴുതി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താവുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം, ഏതെങ്കിലും റോയോ അല്ലെങ്കിൽ ഒരു കോളം വൈസോ നമുക്കത് ഇത് ചെയ്യാം, ഡിറ്റർമിനൻ്റ് കാണാം. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിളായിട്ട് ഇങ്ങനെ ചെയ്യാം, തീറ്റയുള്ള ഈ ഒരു ഭാഗം ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാം. അപ്പോൾ എന്ത് വരും, 3 ഇൻറ്റു, അപ്പോൾ ഇങ്ങനെയും പോകില്ലേ, 3 ഇൻറ്റു ഇത് രണ്ടും ക്രോസ് ചെയ്തിട്ട് എഴുതാം. അടുത്ത് എന്ത് വരും, തീറ്റ ഇൻറ്റു -തീറ്റ ഇൻറ്റു, അപ്പോൾ ഇങ്ങനെയും ക്രോസ് ചെയ്യും, ഇവർ രണ്ടുപേരും ഇൻറ്റു ചെയ്യും, അതിൽ നിന്ന് ഇവരെ മൈനസ് ചെയ്യും അല്ലേ. അതിനുശേഷം -2 ഇൻറ്റു, -2 ആണോ വരിക, അവിടെ പ്ലസ് മൈനസ് പ്ലസ് എന്നാണ് വരിക, അപ്പോൾ -2 വരിക. തീറ്റേൻ്റെ അവിടെ എന്ത് വരും, -(-) തീറ്റ. അപ്പോൾ ഇവർ ഈ -2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്രോസ് ചെയ്യും, നമ്മളിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തും. അപ്പോൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എഴുതാൻ പോവുകയാണ് 3 ഇൻറ്റു, ഓക്കെ, എന്താണ് 3 ഇൻറ്റു ഇതിങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് -1 0 ആണ് വരിക. 0 മൈനസ് 5 പിന്നെന്ത് വരും, പ്ലസ് ആയിരുന്നു, പിന്നെന്താ വരും, മൈനസ് ആണ്. മൈനസ് ഓഫ് അടുത്ത കാര്യം എടുക്കണം, -തീറ്റേനെ എടുക്കണം. അപ്പോൾ നേരെ നമുക്ക് പ്ലസ് തീറ്റ എന്ന് എഴുതിയാൽ മതി, ഓക്കെ. എന്ത് ചെയ്താൽ പ്ലസ് തീറ്റ ഇൻറ്റു എങ്ങനെയാണ് പോവുക, ഇങ്ങനെയും പോയി. അപ്പോൾ 1 ഇൻറ്റു 0 മൈനസ് ഇതെന്ത് വരും, 2 എന്ന് വരും. എന്ത് വരും, 0 - 2. ഓക്കെ, വീണ്ടും പ്ലസ്, അതായത് ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് വരും. അപ്പോൾ പ്ലസ് എന്താ 2 എന്നല്ല എടുക്കേണ്ടത്, +2. അത് -2 ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ +2 അല്ല വരിക, അതായത് പ്ലസ് എന്താ എടുക്കേണ്ടത്, -2. അപ്പോൾ ടോട്ടൽ എന്ത് വരും, -2 ഇൻറ്റു എന്ത് വരും, ഇങ്ങനെയും പോയി. 1 ഇൻറ്റു 5 മൈനസ് 1 ഇൻറ്റു -2, അത് -1 ഇൻറ്റു 2, അപ്പോൾ എന്ത് വരും, -1 2, അപ്പോൾ -2 ആ, അപ്പോൾ -2 +2. റെഡി. ഓക്കെ, അടുത്ത് നോക്കാം. ഇനി ഇതിലേക്ക് ഉള്ളിലേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, -5 ഇൻറ്റു 3 വരും, അപ്പോൾ -15 അല്ലേ. എന്തായാലും -15 പ്ലസ് -2ഉം തീറ്റ, അപ്പോൾ -2 തീറ്റ എന്ന് വരും. എന്ത് വരും, -2 തീറ്റ എന്ന് വരും. പിന്നെ 5 + 2 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 ഇൻറ്റു -2, അപ്പം -14 എന്ന് വരും. റെഡി, -14 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വൽ ടു എന്താണ്, ഇത് ഈക്വൽ ടു ഇപ്പോൾ എന്തായി, ഇത് ഈക്വൽ ടു 0 ആയാൽ ഇത് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് -2 തീറ്റനെ മാത്രം ഇവിടെ നിർത്തി, ബാക്കിയുള്ള എല്ലാവരും അപ്പുറത്തേക്ക് പോയി. ബാക്കിയുള്ള എല്ലാവരെയും -2 തീറ്റേനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് 20 അല്ല കേട്ടോ, 2 തീറ്റയാണ് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ എന്ത് വരും, 14 -14 അങ്ങോട്ട് പോയത് 14 + 15. റെഡി. ഇനി തീറ്റേനെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇത് എത്ര വരും, ഇത് 29 ഡിവൈഡഡ് ബൈ -2. തീറ്റ ഈക്വൽ ടു 29 ഡിവൈഡഡ് ബൈ -2. അങ്ങയുടെ ആൻസർ ഉണ്ടോ? ഓക്കെ, 29 ഓപ്ഷൻ എ ആട്ടോ വരുന്നത്. 29 സോറി നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്, -29 ആണ്. ഓക്കെ, 29 ഡിവൈഡഡ് ബൈ -2 അല്ലേ, അല്ലെങ്കിൽ -29 ഡിവൈഡഡ് ബൈ 2, അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നമുക്ക്? ഈ ആൻസർ അല്ല, അതായത് ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 29 ബൈ വെറും 2 ആണ്, -29/2 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, റെഡി.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തായത് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും കോപ്ലാനാർ വെക്ടേഴ്സ് ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഡിറ്റർമിനൻറ്റിലേക്ക് ഇക്വേറ്റ് ചെയ്തിട്ടുള്ളൂ, തീറ്റേൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, തീറ്റ ഈക്വൽ ടു ആൻസർ കിട്ടി. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് വാല്യൂ ഓഫ് i raised to i എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വാല്യൂ ഓഫ് i raised to i. i എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് -1. ഒരു ഇമാജിനറി നമ്പറാണ് i എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പഠിച്ചിരിക്കുക, ഓപ്ഷൻ എ ആണ്. e raised to pi/2 ആണ്. e raised to pi/2. അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് e raised to -pi/2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ -pi/2 ആട്ടോ. പറഞ്ഞത് തെറ്റിയെന്ന് തോന്നുന്നു. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ വാല്യൂ കൂടി പറഞ്ഞുതരാം. 0. ഒരു എത്ര വരിക? 0.2078 സംതിങ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ വാല്യൂ വരിക. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്. ഇവിടെ എന്തുണ്ട്? -pi/2. pi/2 അല്ല, എന്താണ്? -pi/2 ആണ്. e raised to -pi/2 ആണ് i raised to iൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A fair coin is tossed thrice. Expected number of head obtained is എത്രയാണ്? 3 തവണ ഒരു കോയിൻ ടോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഹെഡ്, എത്ര ഹെഡ് കിട്ടാനുള്ള അതിൻ്റെ ഒരു പ്രോബബിലിറ്റി. അപ്പോൾ അതെന്തത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് നമ്പർ അല്ലെങ്കിൽ ഇ ഓഫ് എക്സ്, എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താ? NP ആണ്. നമുക്കറിയാം NP ആണ്. ഓക്കെ, ഇവിടുത്തെ n എത്രയാണ്? എത്ര നമ്പർ ഓഫ് ടൈംസ് ആണ് ഇത് ടോസ് ചെയ്തിട്ടുള്ളത്? 3 ടൈംസ് ആണ്. പി എത്രയാണ്? പ്രോബബിലിറ്റി എത്രയാണ്? അതായത് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? P ഈക്വൽ ടു ഒരു കോയിനിൽ ഹെഡ് കിട്ടാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ NP എന്ന് പറയുമ്പോൾ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് എത്ര? NP, അതായത് 3 × 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 3/2. ഈസി, വിച്ച് ഈസ് ഈക്വൽ ടു 3/2. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. The solution of differential equation dy/dx plus y/x equal to log x given that y of 0 equal to 0. ഇതൊരു സ്റ്റാൻഡേർഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമാണ്. എന്ത് ഇക്വേഷൻ ഫോം? dy/dx plus py equal to q. ഇവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ IF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ P എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ P എന്ന് പറയുന്നത് എന്താ? അതായത് P എന്ന് പറഞ്ഞാൽ ഈ സാധനം, P എന്ന് പറഞ്ഞാൽ P(y) അല്ല, അത് ഇവിടുത്തെ എന്താ? 1/x ആണ്. എന്താണ്? 1/x ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/x dx എന്നൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ റേസ് ടു log x എന്ന് കിട്ടും. log x, e റേസ് ടു log x എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു x. എന്നിട്ട് ജനറൽ സൊല്യൂഷൻ ലീനിയർ ഇതിലേക്ക് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരിക. എന്താണ്? y ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഓഫ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx പ്ലസ് c. അപ്പോൾ ഇവിടെ എന്ത് വരും? y ഇൻറ്റു എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എന്താ? q ഓഫ് എക്സ് എന്താ? q ഓഫ് എക്സ് എന്താ? എക്സ് എന്നത് log x അല്ലേ? log x ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അതെന്താ? എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു log x എന്താണ്? എക്സ് ഇൻറ്റു log x. ഇതിനെന്ത് ചെയ്താൽ മതി? ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? A square is chosen at a random from a chessboard of dimension 8 × 8. The probability of that the chosen square is a dimension of 6. അപ്പോൾ
ഒരു റാൻഡം ചെസ് ബോർഡ് ഓഫ് ഡയമെൻഷൻ 8x8 8 × 8 നമ്മൾ എന്തെടുത്തു, സ്ക്വയർ എടുത്തു. ആ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചൂസൺ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ 6 യൂണിറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 8 × 8 അല്ലേ ടോട്ടൽ സ്ക്വയേഴ്സ്. n എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ എന്ത് വരും? സമ്മേഷൻ k = 1 to 8 k². അതായത് എന്ത്? 1² + 2² പ്ലസ് കുത്ത് സ്ക്വയർ പ്ലസ് 8² = 204. ഇതാണ് ആൻസർ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഇനി then find number of square of dimension dimension 6 യൂണിറ്റ്. അതെന്ത് വരും? 6 × 6 അല്ലേ വേണ്ടത്? 6 ഡയമെൻഷൻ ഇംപ്ലൈസ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n - k + 1 സ്ക്വയറാണ്. n - k + 1 സ്ക്വയർ. എന്താ ഇവിടെ 6 × 6 പറഞ്ഞാൽ ഇവിടുത്തെ k എന്ന് പറഞ്ഞാൽ k × k ആട്ടോ. നേരത്തെ നമ്മൾ k 8 ആണ് എടുത്തത്. അപ്പോൾ n എന്ന് പറയുന്നത് 8 ആണ്, k എന്ന് പറയുന്നത് 6 ആണ്, +1. അപ്പോൾ 8 ന്ന് 6 കുറച്ചാൽ 2 + 1 3 ആണ്. അതായത് 3ൻ്റെ സ്ക്വയർ എത്ര? 9. ഇനി അതായത് ഇന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 9/204. 204 ആദ്യം ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് അല്ലേ? 204 എത്ര വരും? 9 3 കൊണ്ട് കട്ട് ചെയ്തൂടെ? 3 68 അല്ലേ? 204 ഡിവൈഡ് ബൈ 3 6 3 18 2 24 8 3 24. ഓക്കെ, 3/68. 3/68. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ക്ലിയർ? ഓക്കെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, റെഡി? താങ്ക് യു.